പിണറായി വിജയന് പണി പാളുകയാണ്. സാലറി ചലഞ്ചും പാളിയിരിക്കുന്നു. പ്രതീക്ഷിച്ചത് 500 കോടിയെങ്കിലും കിട്ടിയത് 41 കോടി മാത്രം. സാലറി ചലഞ്ചിലൂടെ 500 കോടി രൂപ പ്രതീക്ഷിച്ചെങ്കിലും ഇന്നലെ വരെ CMDRF വയനാട് അക്കൗണ്ടിലേക്ക് ലഭിച്ചത് 41 കോടി രൂപ മാത്രം. 5 ദിവസത്തെ ലീവ് സറണ്ടറും PF-ഉം ഉൾപ്പെടുന്ന തുകയാണിത്. ഈ കണക്ക് നോക്കിയാൽ 4 ദിവസത്തെ ശമ്പളം സംഭാവനയായി അടുത്ത 2 മാസങ്ങൾ ലഭിച്ചാൽ പോലും 200 കോടി തികയില്ല. അതായത് ഇനി ലീവ് സറണ്ടർ, PF വായ്പാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താത്തവരുടെ വകയായി സാലറി ചലഞ്ചിലൂടെ വരുന്ന 4 ദിവസത്തെ ശമ്പളം മാത്രമാണ് ഫലത്തിൽ ഇനി നേരിട്ട് കിട്ടാനുള്ളത്. ഇങ്ങനെ നോക്കിയാൽ സർക്കാർ പ്രതീക്ഷിച്ച തുകയുടെ പകുതി പോലും ലഭിക്കാനിടയില്ല. വയനാട് പുനരധിവാസത്തിനായി 5 ദിവസത്തിൽ കുറയാത്ത ശമ്പളമാണ് സർക്കാർ ജീവനക്കാർ സംഭാവന ചെയ്യേണ്ടത്. സെപ്റ്റംബറിൽ നൽകുന്ന ഓഗസ്റ്റിലെ ശമ്പളത്തിൽ നിന്ന് 1 ദിവസത്തെയും അടുത്ത മാസങ്ങളിൽ 2 ദിവസത്തെയും ശമ്പളം വീതം പരമാവധി 3 ഗഡുക്കളായി പണം നൽകണമെന്നായിരുന്നു നിർദ്ദേശം. 1-2 ഗഡുക്കളായും ഒടുക്കാമെന്നും 5 ദിവസത്തിനുള്ളിൽ കൂടുതലുള്ള ശമ്പളം നൽകാമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ജീവനക്കാർ ഇത്തവണ തീർത്തും മുഖം തിരിച്ചു. ഇതോടെ 500 കോടി രൂപ സ്വരൂപിക്കാമെന്ന പിണറായി വിജയന്റെ കണക്കുകൂട്ടലും തെറ്റി. സാലറി ചലഞ്ചിനായി തുറന്ന CMDRF വയനാട് എന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് ഇതുവരെ കിട്ടിയത് 41.2 കോടി രൂപ മാത്രമാണ്. ലീവ് സറണ്ടർ ചെയ്ത് പണമാക്കാൻ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് അനുമതിയില്ല. എന്നാൽ സാലറി ചലഞ്ചിന് ഇളവ് നൽകിയിരുന്നു. അതേസമയം 5 ദിവസത്തെ ശമ്പളത്തിൽ കുറഞ്ഞ തുക സ്വീകരിക്കില്ലെന്ന നിർബന്ധിത സാലറി ചലഞ്ചിൽ നിന്നും 50% ജീവനക്കാർ വിട്ടുനിന്നത് ഇടതു സർക്കാരിന്റെ അധികാരധാർഷ്ട്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകാത്തവരിൽ നിന്നും ശമ്പളം പിടിക്കില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. ഇതോടെ സാലറി ചലഞ്ചിന്റെ നിർബന്ധ സ്വഭാവവും നഷ്ടമായി. PF വായ്പയ്ക്ക് അപേക്ഷിക്കാനും തടസ്സമില്ലെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. എല്ലാ ജീവനക്കാരിൽ നിന്ന് ശമ്പളം പിടിക്കുമെന്നറിയിച്ച് IMG-യും KSEB-യും സർക്കുലർ ഇറക്കിയിരുന്നു. ഇത് വിവാദമായതോടെ വിശദീകരണവുമായി സർക്കാർ രംഗത്ത് വരികയും ചെയ്തു.